ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾക്ക് പരിപ്പ് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. പരിപ്പ് കറി എന്ന് കേൾക്കുമ്പോഴേ എല്ലാവരും വിചാരിക്കും സാമ്പാർ പരിപ്പ് കൊണ്ടാണ് ഈ പരിപ്പ് കറി ഉണ്ടാക്കുന്നത്. അങ്ങനെയല്ല, ഇത് നമ്മുടെ ചെറുപയറിനെ നല്ലതുപോലെ ഗോൾഡൻ കളർ മൂപ്പിച്ച് രണ്ടായിട്ട് പൊട്ടിച്ചെടുക്കുന്ന ആ പരിപ്പാണ് ഈ പരിപ്പ് കറിക്ക് ഉപയോഗിക്കുന്നത്. ഒന്നെങ്കിൽ മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ അരയ്ക്കുന്ന കല്ലിൽ വെച്ച് ഒന്ന് റോൾ ചെയ്തെടുക്കുമ്പോഴേ ആ പരിപ്പൊക്കെ പൊട്ടി വരും. പിന്നീട് അതിൻ്റെ ആ തൊലിയൊക്കെ മാറ്റിയിട്ട് നമുക്ക് കഴുകി കുക്കറിലിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് ഒരു 4 വിസിൽ കേൾപ്പിക്കുക. അപ്പോൾ പയറ് നല്ലതുപോലെ ആ പരിപ്പ് വെന്ത് കിട്ടും. ഇതിൽ അരയ്ക്കാനെ കൊണ്ട് ഞാൻ അരമുറി തേങ്ങയാണ് എടുത്ത് അതിൽ 1/4 ഭാഗം നമ്മൾ അരയ്ക്കാനെടുക്കും, 1/4 ഭാഗം ഇതിൽ നെയ്ക്കകത്ത് വറുത്തിടണം. ഇനി 1 ടീസ്പൂൺ ജീരകവും 1 അല്ലി വെളുത്തുള്ളിയും കൂടെ അരച്ചെടുത്തു. ഇനി പുഴുങ്ങി വെച്ചിരിക്കുന്ന പയറിൻ്റെ പരിപ്പ് ഞാൻ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തപ്പോൾ നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ചൂടോടെ തവി കൊണ്ട് ഉടച്ചാലും അത് നല്ലതുപോലെ ഉടഞ്ഞു കിട്ടും. എളുപ്പത്തിന് ഞാൻ മിക്സിയിൽ ഇട്ട് അരച്ചെടുക്കുകയായിരുന്നു. ഇനി ആ തേങ്ങയുടെ അരപ്പൂടെ അതിലോട്ടിട്ടിട്ട് നല്ലതുപോലെ യോജിപ്പിച്ച് ഉപ്പൊക്കെ നോക്കിയിട്ട്, ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് ഇപ്പോൾ ഉപ്പൊക്കെ ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് ചൂടാക്കാം. ഈ ചൂടാക്കുന്ന സമയത്ത് തന്നെ നമുക്ക് വേറൊരു പാത്രത്തിൽ തേങ്ങ ഇട്ടിട്ട് അതിൽ വറക്കാൻ വേണ്ടിയിട്ട് നെയ്യാണ് ഏറ്റവും രുചി. നെയ്യ് വേണ്ടാത്തവർക്ക് വെളിച്ചെണ്ണ ചേർത്ത് തേങ്ങേനെ വറുത്തെടുക്കാം. പക്ഷെ നെയ്യിൽ വറക്കുമ്പോഴാണ് ഭയങ്കര ടേസ്റ്റ്. കടുക് വേണേൽ വറക്കാം, പക്ഷേ ഞാൻ കടുക് പൊട്ടിക്കുന്നില്ല ഈ കറിക്ക്. ഞാൻ തേങ്ങ മാത്രം വറുത്തിടുകയാണ്. തേങ്ങയുടെ കൂടെ നമുക്ക് കൊച്ചുള്ളിയും പിന്നീട് നമുക്ക് വറ്റൽമുളക് കൂടെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ടാണ് ഇത് വറുത്ത് എടുക്കുന്നത്. കറിവേപ്പിലയും ഈ കൊച്ചുള്ളിയും ഈ തേങ്ങയുടെ നല്ല വറന്ന് ഈ കറിക്കകത്തോട്ട് ഇടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. സദ്യയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കറിയാണ്. സദ്യയിൽ ആദ്യം വിളമ്പുന്നതും ഈ പരിപ്പ് കറിയാണ്. പരിപ്പ് കറി എപ്പോഴും കോമ്പിനേഷൻ ആവുന്നത് പപ്പടം കൂട്ടി കഴിക്കുമ്പോഴാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ എല്ലാ വീഡിയോകളും ഇടുന്ന സമയത്ത് തന്നെ കിട്ടും. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് ഇത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നിങ്ങൾ ഈ കറി അല്ലെങ്കിൽ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മടിക്കണ്ട, കമൻറ്റ് ചെയ്യുക. എന്തായാലും നമുക്ക് തേങ്ങ വറുത്ത് ഉള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ടൊന്ന് മൂപ്പിച്ച് കറിക്കകത്തോട്ടിടാം. ഇത്രയേ ഉള്ളൂ, കറി റെസിപ്പി കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറിയെ പപ്പടം കൂട്ടിയിട്ട് ചോറിലോട്ട് വിളമ്പി വയറ് നിറച്ച് കഴിക്കാം. കാരണം ഈ കറി സദ്യയിൽ വിളമ്പുമ്പോൾ ഇതിൻ്റെ പുറത്ത് നെയ്യും കൂടെ ഒഴിച്ചിട്ടാണ് നമ്മൾ സദ്യ ഉണ്ണുന്നത്. ഈ കറിയുടെ കൂടെ വീണ്ടും നെയ്യ് ഒഴിച്ച് കഴിച്ചാലും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. കാരണം എരി കുറവുള്ള ഒരു കറിയാണ് ഈ പരിപ്പ് കറി എന്ന് പറയുന്നത്. അപ്പോൾ ശരി, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും നന്ദി.